ബാബൂസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അല്ലേ, അപ്പോൾ ഒരു ഗിഫ്റ്റ് ഒക്കെ തരാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് വാട്ടർ ലില്ലി ഉണ്ട്, അതിൻ്റെ സെയിൽ വീഡിയോ കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം പ്ലാൻസ് വേണ്ടവർ കോൾ ചെയ്യാതെ പരമാവധി വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ. പിന്നെ പ്രൊഫഷണൽ കൊറിയർ, സ്പീഡ് പോസ്റ്റ്, സ്പീഡ് ആൻഡ് സേഫ്, DTDC കൂടുതലും DTDCയിലാണ് അയക്കുന്നത്. സ്പീഡ് പോസ്റ്റ് അയച്ചു തരാറുണ്ട്. പിന്നെ വാട്ടർ ലില്ലിയൊക്കെ അതുകൊണ്ട് ചിലപ്പം സ്പീഡ് പോസ്റ്റിൽ അയക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം സ്പീഡ് പോസ്റ്റ് അയക്കുന്നതായിരിക്കും. അതായത് DTDC വഴിയാണ് അയക്കുന്നത്. ഏത് കൊറിയർ സർവീസ് ആവശ്യമെന്ന് ഓർഡർ എടുത്തതിന് ശേഷം പറയുക കേട്ടോ, അതിൽ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ഗൂഗിൾ പേ നമ്പർ, ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പർ ഗൂഗിൾ പേ നമ്പർ അല്ല. ഞാൻ ഓർഡർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ ഞാൻ തരുന്നതായിരിക്കും. എന്നിട്ട് അതിനകത്തേക്ക് മാത്രം ഗൂഗിൾ പേ ചെയ്യുക. എൻ്റെ ഈ ഇതിലേക്ക് കാര്യം പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് മെസ്സേജുകൾ ചിലപ്പോഴേ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ നമ്പറിലേക്ക് ക്യാഷ് പേ ചെയ്താൽ. ഇത് ഗൂഗിൾ പേ, ഫോൺ പേ വഴി മാത്രമേ ഉള്ളൂ. ഗൂഗിൾ പേ നമ്പർ വേറെയാണ്. ഓർഡർ എടുത്തതിന് ശേഷം ഞാൻ മറന്നു പോയെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഗൂഗിൾ പേ ഈ നമ്പറാണോ എന്ന് ചോദിക്കുക. ദയവ് ചെയ്ത് ഈ നമ്പറിലേക്ക് ഇതിലേക്ക് ക്യാഷ് പേ ചെയ്യരുത് കേട്ടോ. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. പിന്നെ ഓർഡർ എടുത്തതിന് ശേഷം അഡ്രസ്സ് DTDC ഉള്ള സ്ഥലത്തെ അഡ്രസ്സ് തരിക. അഡ്രസ്സ് തന്നില്ലെങ്കിലും പിൻകോഡ് DTDC ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരിക. അത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ അടുത്ത ആ പിൻകോഡിലെ അടുത്ത പിൻകോഡ് DTDC ഉള്ള സ്ഥലത്തേക്ക് അവർ കൊറിയർ അങ്ങോട്ട് അയച്ചു വിട്ടോളും. അപ്പോൾ നിങ്ങൾ ചോദിച്ചതിന് ശേഷം അവരോട് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ അവർ ചോദിച്ചിട്ട് നിങ്ങൾ എവിടെയാണ് അവരുടെ DTDC എവിടെയാണെന്ന് അന്വേഷിച്ച് നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടതായിരിക്കും. എല്ലാ DTDCക്കാരും കൊറിയർ വീട്ടിൽ കൊടുക്കുന്ന ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം മിക്കവാറും തന്നെ പോയി മേടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കോളുകൾ അവർ വിളിക്കുമ്പോൾ കോളുകൾ എടുക്കുക, ട്രാക്ക് ചെയ്ത് നോക്കുക. അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. നിങ്ങൾക്ക് പിറ്റേ ദിവസം കിട്ടേണ്ടതാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. പിറ്റേ ദിവസം എന്ന് കിട്ടും എന്നൊരു ഊഹം ഞാൻ പറയുന്നതായിരിക്കും. അന്ന് നിങ്ങൾക്ക് കൊറിയർ കിട്ടിയില്ലെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. പെട്ടെന്ന് തന്നെ എന്നെ അറിയിക്കുക കേട്ടോ. കൊറിയർ കിട്ടിയില്ല എന്ന് എന്നോടൊന്ന് പറയുക. അപ്പോൾ ഞാൻ ഒന്ന് ട്രാക്ക് ചെയ്ത് തരാം. അല്ലെങ്കിൽ ഇവിടുത്തെ DTDC ആയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് എവിടെ എത്തി, കൊറിയർ എവിടെ എത്തി, നിങ്ങൾക്ക് എവിടെ എത്തിയോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ച് നിങ്ങളോട് വിവരം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്ത് അഡ്രസ്സ് ഇട്ട് തരിക. ദയവ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെപ്പിക്കരുത്. നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ ഹോൾഡ് ചെയ്യുക. അപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും. അപ്പം ഏതൊക്കെയാണ് പ്ലാന്റ് നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് ഇത് റെഡ് ഡാലിയാണ് കേട്ടോ. റെഡ് ഡാലി ഇത് താമരയുടെ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. നല്ല വലിയ പ്ലാന്റ് ആയതാണ് കേട്ടോ റെഡ് ഡാലിയുടെ ഈ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. 200 രൂപയാണ് റെഡ് ഡാലിയുടെ റേറ്റ്. ഇത് ഗാലക്സി എന്ന് പറഞ്ഞ വാട്ടർ ലില്ലിയാണ് കേട്ടോ. ഗാലക്സിയുടെ ഈ ഒരു ബഡ് വന്ന് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞതാണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ റേറ്റ് 600 രൂപയാണേ. കളറിലുള്ള സീഡലിംഗ് ആണ്. ഞാൻ ഇതിന് മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ട്യൂബറുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ട്യൂബറുണ്ട്, ബഡല്ല ട്യൂബറുള്ള പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നേരിട്ട് കൈ കെട്ടുമ്പോൾ നിങ്ങൾക്ക് പോട്ടിലേക്ക് നേരിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഇതിന് 130 രൂപയാണ് കേട്ടോ റേറ്റ്. ഇത് GT മൂർ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ബഡ് വന്ന പ്ലാന്റ് ആണ്. ഇത് ബഡുണ്ട് ഇതിൻ്റെ അടിയിൽ. ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് 200 രൂപയാണ്. ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈക്രാന്ത ബ്ലൂവിൻ്റെ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 70 രൂപയാണ്. ഇത് പിങ്ക് ഫ്ലെമിംഗോ എന്ന് പറഞ്ഞ വാട്ടർ ലില്ലിയുടെ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ. അത് പിങ്ക് ഫ്ലെമിംഗോയുടെ ഈ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപയാണ്. ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് ഫ്ലെമിംഗോ. പർപ്പിൾ ഡയമണ്ടിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ. പർപ്പിൾ ഡയമണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ട്യൂബറുള്ള പ്ലാന്റ് ആണ്. ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 350 രൂപയാണ്. ഇത് മിയാമി റോസ് ആണ്. മിയാമി റോസിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് 150 രൂപയാണ് കേട്ടോ. ബഡ് വന്ന പ്ലാന്റ് ആണ് ഇത് മിയാമി റോസ്. എല്ലാത്തിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പർപ്പിൾ ജോയുടെ ബഡ് വന്ന പ്ലാന്റ് ആണ്. പർപ്പിൾ ജോയുടെ ഈ ബഡ് വന്ന പ്ലാന്റിൻ്റെ റേറ്റും 250 രൂപയാണ്. ബിബി പാരസ് ആണ് കേട്ടോ പർപ്പിൾ ജോയ്. ഇത് ഒരു സീഡ്ലിംഗ് ആണ്. ഈ സീഡ്ലിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 150 രൂപയാണ് കേട്ടോ. ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആനിയമ്മറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. ആനിയമ്മറ്റിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപയാണ്.
ബഡ് വന്ന ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബ്ലൂ വിസിലാണ് കേട്ടോ. വിവിപാരസ് വെറൈറ്റിയാണ്. ബ്ലൂ വിസിലിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് 70 രൂപയാണ്. ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു സീഡ്ലിംഗ് ആണ് കേട്ടോ. ഈ സീഡ്ലിങ്ങിൻ്റെ റേറ്റ് 130 രൂപയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലാന്റുകൾ വേണ്ടവർ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയച്ചിടുക കേട്ടോ. ഞാൻ തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കൊറിയർ അയച്ച് തരുന്നതായിരിക്കും. ഇനി ഗിഫ്റ്റിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ വീഡിയോയുടെ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് പിങ്ക് ഫ്ലെമിംഗോ എന്ന വാട്ടർ ലില്ലിയുടെ ഒരു പ്ലാന്റ് ആയിരിക്കും ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് ചന്ദ്രഭാഗ എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറായിരിക്കും കേട്ടോ സമ്മാനമായിട്ട് കിട്ടുന്നത്. അപ്പം വേഗം കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ പ്ലാന്റ്സ് വേണ്ടവർ വേഗം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. കോളുകൾ പരമാവധി ഒഴിവാക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ക്രിസ്മസിൻ്റെ അന്ന് വിന്നറെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.